തുമ്പോ നൃത്തം അത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നതിന് പൂർണ്ണമായും ശക്തമായി അതിന് പിന്താങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില സമുദായത്തിലെ ഒരു വിഭാഗം, ആ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം നേതൃത്വം, അത് ശരിയല്ല. ഇത് 1990 കൊളംബോയിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. അത് തുടങ്ങിയത് ആൽബർട്ട് ബിജോ എന്നൊരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. അല്ലാതെ ഇതൊരു പ്രത്യേകിച്ചൊരു ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നതെന്നുള്ളത് ശരീരത്തിന് ആയാസം കിട്ടാൻ. ഇത് പറയുന്ന ഡ്രില്ലിന്റെ മറ്റൊരു രൂപമാണ്. ഇത് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കാൻ, മതവിദ്വേഷം ഉണ്ടാക്കാൻ, മതവികാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല, ഗവൺമെന്റ് ശക്തമായി എടുത്ത ഈ തീരുമാനം നടപ്പാക്കണം. ചില മതവിശ്വാസികളുടെ ഭരണവും അവരുടെ നിർദ്ദേശവും അനുസരിച്ചാണ് ഗവൺമെന്റ് എല്ലാം ചെയ്യുന്നതെന്ന് വരുന്നത്. അത് ശരിയല്ല. അത് കേൾക്കുന്നത് ശരിയല്ല. അത് കേൾക്കുന്നത് നടപ്പാക്കുന്നത്, അതിന് വിധേയനാകുന്നത് ശരിയല്ല. ഇവിടെ എല്ലാം നടക്കേണ്ടത് ഒരു സമയവ്യത്യാസപ്പെടുത്തിയെങ്കിൽ അതിന് തർക്കം എന്ന് ശരിയല്ല. ഈ രാജ്യത്ത് മതരാജ്യം അല്ലെങ്കിൽ മതസംസ്ഥാനം സ്ഥാപിക്കാനായിട്ടാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ തെറ്റെന്ന് പറയാൻ സാധിക്കുമോ? എന്ത് ചെയ്താലും അതിന് മറ്റൊരു അഭിപ്രായം കൊണ്ടില്ല. അത് ശരിയല്ല, മാന്യമല്ല. അതൊക്കെ മതിയാക്കി. ഈ രാജ്യത്ത് എല്ലാ സമുദായങ്ങളും ചേർന്ന സമൂഹമാണ് ഇവിടെ. അതുകൊണ്ട് മതസൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ടും മതവിദ്വേഷമില്ലാതെ എല്ലാവരും സോദര ചിന്തയോടുകൂടി പോകാനുള്ള ഒരു ചിന്തയായിരിക്കണമുള്ളത്. ഒരു കൂട്ടായ്മയുണ്ട്, ശക്തിയുണ്ട്, മണി പവറുണ്ട്, മസിൽ പവറുണ്ട്, മാൻ പവറുണ്ട് എന്നതിന്റെ ഒരു പേരിൽ അടിച്ചേൽപ്പിക്കുന്ന നയം ഒരു സമുദായം കാണിക്കുന്നത് ശരിയല്ല. അവരുടേതായ ആധിപത്യമോ അല്ലെങ്കിൽ അവരുടേതായ ദാർഢ്യമോ നടപ്പാക്കുക എന്ന ഒരു ശ്രമമാണ്. ഇത് കാണുമ്പോൾ മറ്റു വിഭാഗക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന മനപ്രയാസവും വിദ്വേഷവും ഉള്ളിലുണ്ട്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മതേതര ചിന്തകൾക്കും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനും സഹായകരമല്ല. ഇതേ വിദ്യാഭ്യാസത്തിന് നല്ലൊരു ഉല്ലാസം ഫുൾ യൂണിഫോം ധരിച്ചാണ്. ഞാൻ തുണിയില്ലാതെയല്ല, ആപാത ചൂടം വസ്ത്രം ധരിച്ചുകൊണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണിച്ചുള്ള ഡ്രില്ല് എന്ന് പറയും. ആ ഡ്രില്ലിന്റെ മറ്റൊരു രൂപമാണ്. എന്തിന് എതിർക്കാൻ വേണ്ടി എതിർക്കുന്നത്? എന്തിന്? ഗവൺമെന്റ് കൂടെ നല്ലൊരു കാര്യമല്ലേ? നല്ലതെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മുസ്ലിമിലെ എല്ലാവരും എതിർത്തിട്ടില്ല. ചില വിഭാഗങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കാം. ഇതൊന്നും ശരിയല്ല, മാന്യമല്ല. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിലെ ഇന്നത്തെ മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം SNDP യോഗം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് അവരുടെ ആധിപത്യമാണ് ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഏതിനും അഭിപ്രായം. കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് അരമണിക്കൂർ കൂട്ടിയപ്പോൾ ഉടനെ എന്താ പറഞ്ഞത്? പാടില്ല, അത് ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ പോകുന്നതിനുള്ള മതപാഠശാലയിൽ മതപാഠശാലയിൽ പോകുന്നതിനുള്ള സമയക്രമം അവർ കാണിച്ചാൽ പോലെ അത് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അവര് തയ്യാറാകാതെ ഗവൺമെന്റ് തയ്യാറാകണം. അപ്പൊ എന്തും ഗവൺമെന്റ് എടുക്കുന്ന ഒരു നയത്തിന് രൂപീകരണത്തിന് അത് സമൂഹത്തിന് നല്ലതല്ലേ? അരമണിക്കൂറും കൂടുതലെടുത്താൽ അത്തരം കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യം കിട്ടുന്നുണ്ട്. സമൂഹം നന്നാകും. അപ്പൊ അവർക്ക്
ക്ലാസ്സിൽ പോകാനുള്ള അവരുടെ മതത്തിന്റെ ക്ലാസ്സിൽ പോകാൻ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് വന്നില്ല. അവർ പറഞ്ഞത് നടക്കണം. ആ ധാർഷ്ട്യം ശരിയല്ല.